നാളെ എത്ര മണിക്കാ മിസ് എക്സിബിഷൻ തുടങ്ങുന്നത്? രാവിലെ 9 മണിക്ക്. നമ്മുടെ സ്കൂൾ ഫസ്റ്റ് ആവണം. രേവതി, ആ വൈദ്യ പരിശോധനയുടെ ചാർട്ടിന് ശേഷം നിയമസേവന അതോറിറ്റിയുടെ നടപടിക്രമങ്ങൾ വരട്ടെ. ശരി മിസ്. ടീച്ചറെ, ഇത് ഓക്കെ അല്ലേ? അടുത്തേത്. ശരി മിസ്. മെറിൻ, അതുകൂടി. അപ്പൊ നമുക്കെന്താ നോക്കിയാലോ? ഞങ്ങളുടെ എക്സിബിഷൻ വിഷയം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, അഥവാ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമത്തെ സംബന്ധിക്കുന്നതാണ്. ആണ് പെണ്ണ് എന്ന വേർതിരിവില്ലാതെ 18 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഈ നിയമം സംരക്ഷണം നൽകുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരവും മനസ്സും ഏറെ വിഷമിപ്പിച്ച് ദോഷമുണ്ടാക്കുന്ന ഒന്നാണ് ബാലലൈംഗിക കുറ്റകൃത്യങ്ങൾ. ആരെങ്കിലും ലൈംഗിക ചുവയോടെ നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ തൊടുന്നതും വടിയോ കൂർത്ത വസ്തുക്കളോ കൊണ്ട് വേദനിപ്പിക്കുന്നതും ലൈംഗിക ചിന്തയോടെ കുട്ടികളെ തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുക എന്നിവയെല്ലാം ലൈംഗിക അതിക്രമങ്ങളാണ്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ദുരനുഭവങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് മറച്ചു വെക്കരുത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഈ കാര്യം തുറന്നു പറയാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ഇനി പറയുന്ന ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. രേവതി, ആ ലക്ഷണങ്ങളുടെ ചാർട്ട് കാണിച്ചേ. ചില സമയങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, വീട്ടിലേക്കോ സ്കൂളിലേക്കോ പോകാൻ മടിയോ പേടിയോ കാണിക്കുക, തണുപ്പില്ലെങ്കിലും ഒന്നിനു പുറത്ത് മറ്റൊന്നായിട്ട് കൂടുതൽ ഡ്രസ്സ് ഇടുക, ഉറക്കമില്ലായ്മ, പേടി സ്വപ്നം കാണുക, ഇരുട്ടിനെ പേടിക്കുക, കൂട്ടുകെട്ടില്ലാതിരിക്കുക, പഠിത്തം കുറയുക എന്നിങ്ങനെയുള്ള അസ്വാഭാവിക ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ രക്ഷിതാക്കളും മുതിർന്നവരും കൊടുക്കണം. അത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരവേദനയോ മുറിവുകളോ ഉണ്ടാവാം. നടക്കുന്നതിനോ ഇരിക്കുന്നതിനോ ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ പ്രകടിപ്പിക്കാം. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് നേരെയുള്ള കടുത്ത അതിക്രമങ്ങൾക്ക് പിഴയോടുകൂടി ചുരുങ്ങിയത് 20 വർഷത്തിൽ കുറയാതെയുള്ളതും പരമാവധി ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്ത കഠിന തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്നതാണ്. ഇതൊക്കെ പലപ്പോഴും സംരക്ഷിക്കേണ്ടവരിൽ തന്നെ ഉണ്ടാവില്ലേ ടീച്ചറെ? അതേ മെറിൻ. പക്ഷെ ഈ നിയമപ്രകാരം അനാഥാലയങ്ങൾ, ചിൽഡ്രൻസ് ഹോമുകൾ, പ്രൊട്ടക്ഷൻ ഹോമുകൾ, ഒബ്സർവേഷൻ ഹോമുകൾ, ആശുപത്രി തുടങ്ങിയവയുടെ നടത്തിപ്പുകാർ, പോലീസ് ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, മറ്റു ബന്ധുമിത്രാദികൾ ആരും ആയിക്കോട്ടെ, മേൽ പറഞ്ഞതുപോലെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്താൽ മേൽ പറഞ്ഞ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെയൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. സ്വയം സുരക്ഷയ്ക്കായിട്ട് ജാഗ്രത പാലിച്ചാൽ മാത്രം മതി. ഇനി രേവതി പറയൂ. ഏറ്റവും ബാലസൗഹൃദപരമായ നടപടിക്രമങ്ങളാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വിചാരണ വേഗത്തിൽ തീർപ്പാക്കാനും ബാലസൗഹൃദപരമായ അന്തരീക്ഷത്തിൽ നടത്താനുമായി പ്രത്യേക സെഷൻസ് കോടതികൾ സ്ഥാപിക്കാനോ കുട്ടികൾക്കായുള്ള മറ്റേതെങ്കിലും കോടതികൾ പ്രത്യേക കോടതിയായി പരിഗണിക്കാനോ ആണ് നിയമം പറയുന്നത്. കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളതും കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന വിധത്തിലുമുള്ളതായ മാധ്യമ റിപ്പോർട്ടുകളും നിയമം വിലക്കുന്നു. ഇനി ബാക്കി ഭാഗം മെറിൻ. മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ ഓക്കെ ആണെന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആയിരിക്കണം. കഴിവതും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തേണ്ടതാണ്. ഇനി അഥവാ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ കുട്ടിയെ യാതൊരു കാരണവശാലും രാത്രി പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ പാടില്ല. മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിക്കരുത്.
കുട്ടി പറയുന്ന കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തണം. മൊഴിയെടുക്കുമ്പോൾ കുറ്റവാളിയുമായി കുട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കരുതലുണ്ടാവണം. ബാക്കി മെഡിക്കൽ പരിശോധനയുടെ ഭാഗം രേവതി. കുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും സാന്നിധ്യത്തിലായിരിക്കണം. ആക്രമിക്കപ്പെട്ടത് പെൺകുട്ടിയാണെങ്കിൽ ഒരു വനിതാ ഡോക്ടറായിരിക്കണം പരിശോധന നടത്തേണ്ടത്. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ പത്രത്തിലും വാർത്തയിലും വരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണം. വെരി ഗുഡ്. ആക്രമിക്കപ്പെട്ടത് പെൺകുട്ടിയാണെങ്കിൽ ഒരു വനിതാ ഡോക്ടറായിരിക്കണം പരിശോധന നടത്തേണ്ടത്. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ പത്രത്തിലും വാർത്തയിലും വരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണം. നടപടിയെടുത്ത് 30 ദിവസത്തിനുള്ളിൽ പോക്സോ കോടതി കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതാണ്. പരമാവധി 1 വർഷത്തിനകം തന്നെ കോടതി വിചാരണ പൂർത്തിയാക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കുന്നതിനായി നിരന്തരം കുട്ടിയെ വിളിച്ചു വരുത്തുന്നില്ല എന്നും കോടതി ഉറപ്പാക്കണം. ആക്രമണ സ്വഭാവത്തോടുള്ള ചോദ്യങ്ങളും സ്വഭാവഹത്യയും കുട്ടി നേരിടുന്നില്ല എന്നും ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ചുമതലയാണ്. സ്വകാര്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളിലൂടെയായിരിക്കും കോടതി വിചാരണ നടത്തുക. കുറ്റം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കും ഈ നിയമം ശിക്ഷ നൽകുന്നു. കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നവർക്കെതിരെയും നിയമം കടുത്ത ശിക്ഷ ശുപാർശ ചെയ്യുന്നു. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടയാൾ പ്രായപൂർത്തി അല്ലെങ്കിൽ ബാലനീതി നിയമപ്രകാരമുള്ള വിചാരണയും ശിക്ഷയുമായിരിക്കും നൽകുക. അമൂല്യവും പകരം വെക്കാനാവാത്തതുമായ ബാല്യം കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയെന്ന സമൂഹത്തിന്റെ കടമയുടെ പ്രതിഫലനമാണ് പോക്സോ നിയമം 2012. അലകളിൽ ഉയർന്ന് മൊഴികളിൽ പടർന്ന് മിഴികളിൽ തെളിഞ്ഞ് അകമിതിൽ നിറഞ്ഞ് മാറ്റുലീ നീരറിയാൻ നീരായി അറിയാൻ നീരിൻ പാതയിൽ തുടരാൻ ഉയരട്ടെ ഇനി കേരളം, ഉയരട്ടെ ഇനി കേരളം, ഉയരട്ടെ ഇനി കേരളം.